നമ്മൾ പല കാര്യത്തിനും ഒരുപാട് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമുക്കറിയാം ഒക്കെ ഇറങ്ങിയതിന് ശേഷം എത്രയോ വെബ്സൈറ്റുകൾ എൻ്റെ പേരിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന കുറച്ച് 4 വെബ്സൈറ്റ് ഉണ്ട്. ആ 4 വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് വൺ ആണ് റെഫറൻസ്. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പല ആളുകളും പല രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയുള്ള ഒരു വെബ്സൈറ്റാണ് റെഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻവോയ്സുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു വെബ്സൈറ്റ്. രണ്ടാമത്താണ് മെയിൽ ചിം. അതായത് ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് കംപ്ലീറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് മെയിൽ ചിം എന്ന് പറയുന്നത്. കാരണം പലരും ഇപ്പോൾ അറിയാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതിന് ശേഷം എല്ലാവർക്കും ഇമെയിൽ മാർക്കറ്റിംഗ് ടൂൾസ് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റെ എല്ലാ ടൂൾസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് മെയിൽ ചിം എന്ന് പറയുന്നത്. അടുത്തതാണ് നോഷൻ. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ഡേ എങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ രാവിലെ എന്ത് ചെയ്യണം, വൈകിട്ട് എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, രാത്രി എന്ത് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് നമുക്ക് സ്ട്രക്ചർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. അതായത് അതിൽ നമുക്ക് എഴുതി വെക്കാം, പ്ലാൻ ചെയ്ത് വെക്കാം, ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഒരു മനുഷ്യൻ്റെ ഒരു ഡേ കംപ്ലീറ്റ്ലി നമുക്ക് സ്ട്രക്ചർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് നോഷൻ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ബിസിനസ്സുകാർക്കൊക്കെ ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ടാവും. ഇപ്പോൾ ആഴ്ചയിൽ തന്നെ 10 മീറ്റിങ്ങും 15 മീറ്റിങ്ങുള്ള ആളുകൾ, ഒരു ദിവസം തന്നെ 5-ലേറെ മീറ്റിങ്ങുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾക്ക് അതിൻ്റെ ഒരു ടൈം, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡേ എന്നീ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയ്യുക, അതായത് നോട്ട് പാഡിൽ പോയിട്ട് നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെക്കും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാലൻഡ്ലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസവും നമുക്ക് സെറ്റ് ചെയ്ത് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ദിവസം നമ്മൾ എങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് മീറ്റിംഗ് വേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. സോ ഈ വെബ്സൈറ്റുകളൊക്കെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നമ്മളെ ഒന്ന് അറിയിക്കുക, നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ അത് ബാക്കിയുള്ള ഓഡിയൻസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കെൻമി ഡിജിറ്റൽ അക്കാഡമി.